കോടികളുടെ അഴിമതി കാണിക്കാനുള്ള ഒരു വൻ പരിപാടിയുമായി സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിന് കിട്ടേണ്ട കോടികൾ വലിയ ഡിസ്റ്റിലറികൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അഴിമതിയാണ് ഇതിൻ്റെ പുറകിൽ. സംസ്ഥാനത്തെ ടാക്സസ് കമ്മീഷണർ ലീവിലായ സമയത്ത് നേരത്തെ കേരളീയത്തിനും നവകേരള സദസ്സിനും പണം പിരിച്ചു കൊടുത്തതിൽ ഗവൺമെൻറ് സമ്മാനം കൊടുത്ത അഡീഷണൽ കമ്മീഷണർക്ക് ടാക്സസ് കമ്മീഷണറുടെ ചാർജ് കൊടുത്തിട്ടാണ് ഈ അഴിമതി നടത്താനുള്ള നീക്കം. ഇത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും ഞങ്ങൾ പറയുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇപ്പോൾ 250, 300 ഒക്കെയാണല്ലോ ഇപ്പോൾ നികുതി. അത് 100-ൽ താഴെ നികുതിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് നടത്തി ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അത് വേണ്ട എന്ന് ആദ്യമേ പ്രാഥമികമായി പറയുകയാണ്. ഞങ്ങളത് അറിഞ്ഞിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥന് ചാർജ് കൊടുത്ത് അഴിമതി നടത്താനുള്ള നീക്കമാണ് നടക്കുന്നത്. ഈ കേരളത്തിന് ഈ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ വാദം നടത്തുന്നത്. ഇപ്പോൾ 12,000 കോടി രൂപ മേടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യത്തിന് ചർച്ച നടത്താം. അല്ല, അതൊക്കെ കിട്ടേണ്ട പൈസയല്ലേ. കിട്ടേണ്ട പൈസ കൊടുക്കുമല്ലോ. കിട്ടേണ്ട പൈസ കൊടുക്കണം. കേസ് വേറെയാണ്. കേസ് ഇനിയും കടമെടുക്കാൻ അനുമതി കൊടുക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത്. അത് നടക്കട്ടെ, കേസ് നടക്കട്ടെ. അല്ല, ഞങ്ങൾ നാളെ വൈകുന്നേരം 6 മണിക്ക് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ആ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമമായ തീരുമാനം എടുക്കേണ്ടത്. അന്തിമമായ തീരുമാനം എടുത്ത് ഉടൻ പ്രഖ്യാപിക്കും. KPCC പ്രസിഡന്റ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ പോസ്റ്ററുകളൊക്കെ കണ്ണൂര് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. തീരുമാനം എടുക്കേണ്ടത് നാളത്തെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ്. ഞാൻ മുൻകൂട്ടി പറയുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. അപ്പോൾ അത് നാളെ തീരുമാനം എടുക്കും. KPCC പ്രസിഡന്റ് അടക്കം എല്ലാവർക്കും ബാധകമായ തീരുമാനം കേന്ദ്ര നേതൃത്വമാണ്, സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി. ഞാനും പ്രസിഡന്റ് അതിൽ പങ്കെടുക്കുകയും ചെയ്യും.